ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് മറാത്താസുമായിട്ടുള്ള, അതായത് മറാത്ത എംപയറിന്റെ റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ മറാത്ത എന്ന് വെച്ച് കഴിഞ്ഞാൽ, സത്യം പറഞ്ഞാൽ മറാത്ത എംപയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ രണ്ടായിട്ട് തിരിക്കാം. ഓക്കെ, ഒന്ന് മറാത്ത സ്റ്റേറ്റ് എന്നും മറാത്ത കോൺഫിഡറൻസി എന്നും പറഞ്ഞ് രണ്ടായിട്ട് തിരിക്കാം. അതിൽ 1674 തൊട്ട് 1720 കാലഘട്ടം വരെയാണ് മറാത്ത സ്റ്റേറ്റ് വരുന്നത്. അത് കഴിയുമ്പോഴത്തേക്കും മറാത്ത കോൺഫെഡറസിയാണ്. അതായത് അവിടെ പേഷ്വാസ് ആണ് ഭരിക്കുന്നത് മെയിനായിട്ട്. ഇതിന്റെ എല്ലാം നമ്മൾ ഒരു അരമണിക്കൂറിന് അടുപ്പിച്ചിട്ടുള്ള ക്ലാസ് ആയിട്ട് നമ്മുടെ ചാനലിൽ തന്നെ കിടപ്പുണ്ട്. അതിന്റെ ഓഡിയോ ക്വാളിറ്റി ഇത്തിരി കുറവാണ്. സ്റ്റിൽ ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓഡിയോ ക്ലാരിറ്റിയിൽ സ്റ്റിക്ക് ഓൺ ചെയ്യരുത്, പകരം അതിന്റെ കണ്ടന്റിൽ സ്റ്റിക്ക് ഓൺ ചെയ്യുക. ഓക്കെ, ഓഡിയോ ക്വാളിറ്റി അല്ലല്ലോ നമ്മുടെ ഇത്. നമുക്ക് എന്താണ് തിയറിയാണ് വേണ്ടത്, അല്ലെങ്കിൽ നമുക്ക് ക്ലാസ് ആണ് മുഖ്യം എന്ന് പറഞ്ഞ് നിങ്ങൾ എടുത്താൽ മതി. അപ്പൊ നമുക്ക് ഞാൻ ഇതിന്റെ വീഡിയോ ഏതായാലും ക്വസ്റ്റ്യൻ ആൻസർ നമുക്ക് ചെയ്യാം. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ ആണ്: ദ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ഡ്യൂറിംഗ് ദ ടൈം ഓഫ് ശിവജി മഹാരാജാസ് വാസ് നോൺ എസ് ഡാഷ്. SSC CGL 2020 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ശിവജിയുടെ ടൈമിൽ എന്താണ് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് അറിയപ്പെട്ടിരുന്നത്? അഷ്ടപ്രധാൻ എന്നായിരുന്നു അറിയപ്പെട്ടിരുന്നത്. 8 മിനിസ്റ്റേഴ്സ്. അഷ്ടപ്രധാൻ എന്ന് പറയുന്നത്, അഷ്ട മീൻസ് 8. 8 പ്രധാനപ്പെട്ട മിനിസ്റ്റേഴ്സ് ആണ് വരുന്നത്. ദെൻ ഇത് ആരൊക്കെയാണ്, അവരുടെ പേരുകൾ എന്താണ്, അവരുടെ പൊസിഷൻ എന്താണ്? ലൈക്ക് പേഷ്വ എന്ന് പറയുമ്പോൾ പ്രൈം മിനിസ്റ്റർ, അങ്ങനെ ഓരോന്നും നമ്മുടെ ആ തിയറി സെക്ഷനിൽ ഡീപ്പായിട്ട് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഇത് പ്രത്യേകിച്ച് എന്ത് ചെയ്യുന്നില്ല, എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അഷ്ടപ്രധാൻ. ഓക്കെ, ഹൂ വെയർ ക്രെഡിറ്റഡ് ദ ലാർജ് എക്സ്റ്റെൻഡ് ഫോർ എൻഡിങ് ദ മുഗൾ റൂൾ ഇൻ ഇന്ത്യ? ഇത് SSC CGL 2016 ക്വസ്റ്റ്യൻ ആണ്. അതായത് ഈ ഔറംഗസീബിന്റെ കാലഘട്ടത്തിലാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ മറാത്താസ് വരുന്നത്. ഈ മറാത്താസും മുഗൾസും തമ്മിൽ എപ്പോഴും അത്യാവശ്യം അടിയുണ്ടായിരുന്നു. അപ്പോ ഈ പറയുന്ന മുഗള് എൻഡ് ചെയ്യാനായിട്ടുള്ള ഒരു കാരണം ഈ പറയുന്ന മറാത്താസ് കൂടിയാണ്. ഓക്കെ, നിങ്ങൾക്ക് ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് പല സിനിമകൾ കാണുമ്പോഴത്തേക്കും ആ സാധനം നിങ്ങളുടെ മനസ്സിലങ്ങ് ഓർത്തിരിക്കും. ഇപ്പോ ബാജിറാവ് മസ്താനി, അല്ലെങ്കിൽ ചാവ, ഇതെല്ലാം തന്നെ മറാത്ത എംപയറുമായിട്ട് റിലേറ്റ് ചെയ്ത് കിടക്കുന്ന സിനിമയാണ്. അപ്പൊ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന വേഡ്സ് നമ്മുടെ മനസ്സിൽ പതിയുന്നതിനേക്കാളും ആഴത്തില് ചില സീനുകൾ അല്ലെങ്കിൽ പിക്ചേഴ്സ് നമ്മുടെ മനസ്സിൽ പതിയും. അത് മനുഷ്യന്മാരുടെ ഒരു ഇതാണ്. അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ സിനിമ ചിലപ്പോൾ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത് പെട്ടെന്ന് മനസ്സിൽ പതിയും, ഇന്നൊക്കെയാണ് സാധനം. ഓക്കെ, വാട്ട് ഈസ് ദ ഇമ്മീഡിയറ്റ് എയിം ഓഫ് ട്രീറ്റി ഓഫ് പുരന്ദർ ഇൻ 1665? SSC GL 2016 ക്വസ്റ്റ്യൻ ആണ്. ഇപ്പൊ ട്രീറ്റി ഓഫ് പുരന്ദർ എന്ന് പറയുമ്പോഴത്തേക്കും ഈ ഔറംഗസീബിന്റെ കാലത്ത് ശിവജിയായിട്ട് ഫൈറ്റ് കിടന്നെന്ന് പറഞ്ഞു. ഈ ഔറംഗസീബ് നേരിട്ടല്ല യുദ്ധം ചെയ്തത്. പുള്ളി കറക്റ്റ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ആൾക്കാരെ കൊണ്ട് ശിവജീനെ അടിപ്പിക്കുകയാണ് ചെയ്തത്. അങ്ങനെ നമ്മുടെ ബീജാപൂരും, അതായത് ആദിൽ ഷാ. ഓക്കെ, സുൽത്താൻ ഓഫ് സോറി ജയ്സിംഗ് ജയ്സിംഗും ഈ പറയുന്ന നമ്മുടെ ശിവജിയും തമ്മിൽ ഉള്ള പ്രശ്നം, കണ്ടൻഷൻ, തർക്കം എന്താണ് വ്യാപിപ്പിക്കാൻ വേണ്ടിയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന ട്രീറ്റി ഓഫ് പുരന്ദർ ഒപ്പുവെച്ചത്. ട്രീറ്റി ഓഫ് പുരന്ദർ എന്ന് പറയുമ്പോഴത്തേക്കും ജയ്സിംഗും അതുപോലെ തന്നെ ജയ്സിംഗും അതുപോലെ തന്നെ ശിവജിയും തമ്മിലാണ് ട്രീറ്റി ഓഫ് പുരന്ദർ ഒപ്പുവെച്ചത്. ഓക്കെ, in the year Maratha Empire ceased to exist with the surrender of Marathas to British, ending Third Anglo-Maratha War. SSC CGL 2019 ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ആംഗ്ലോ മറാത്ത വാറുകൾ വരുന്നുണ്ട്. 1775 ഈ മറാത്ത വാറുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിൽ ആദ്യത്തേതാണ് മൂന്നെണ്ണം ഉള്ളത് കേട്ടോ. അതിൽ ആദ്യത്തേതെന്ന് പറയുമ്പോഴത്തേക്കും ആംഗ്ലോ മറാത്ത വാർ 1, 1775.
ഏറ്റവും അവസാനത്തെ എന്ന് പറയുമ്പോൾ 1818 വരും. 1817 to 18 വരും. അപ്പൊ ഈ 18ഓടുകൂടി ഈ പറയുന്ന മറാത്ത എംപയർ അങ്ങ് ഇല്ലാണ്ടായി പോവാണ്. ഓക്കെ, ബ്രിട്ടീഷുകാരുടെ എന്താ പറയുന്ന ബ്രിട്ടീഷുകാരുമായിട്ട് ഫൈറ്റ് ചെയ്ത് നിൽക്കാൻ പറ്റാത്ത അവസ്ഥ വരും. ലോർഡ് ഹേസ്റ്റിംഗിന്റെ ഒക്കെ അണ്ടറിലാണ് ഈ പറയുന്ന ബ്രിട്ടീഷുകാരുടെ സൈന്യം വരുന്നത്. ഓക്കെ, അപ്പോൾ തേർഡ് ആംഗ്ലോ വാർ എൻഡ് ചെയ്യുന്നത് എന്നാണ് ഓർത്ത് കഴിഞ്ഞാൽ ഈ ക്വസ്റ്റ്യൻ ആൻസർ നമുക്ക് ഈസി ആയിട്ട് കിട്ടുന്നതായിരിക്കും. ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇയർ തേർഡ് ബാറ്റിൽ ഓഫ് പാനിപ്പത്ത് വാസ് ഫോർഡ്? ഇത് SSC MTS 2023, SSC GD 2023 എല്ലാത്തിനും ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, തേർഡ് ബാറ്റിൽ ഓഫ് പാനിപ്പത്ത്. ആദ്യത്തെ നമ്മൾ പറഞ്ഞു ബാബറിന്റെ കേസ്, രണ്ടാമത്തെ നമ്മൾ അക്ബറിന്റെ കേസ് പറഞ്ഞു. മൂന്നാമത് വരുന്നത് മുഗൾസ് ഒക്കെ കഴിഞ്ഞിട്ടാണ് വരുന്നത്, മറാത്ത എംപയറുമായിട്ടാണ് വരുന്നത്. 1761 ജാനുവരി മാസമാണ് ഈ പറയുന്ന യുദ്ധം നടക്കുന്നത്. ഇതില് അഹമ്മദ് ഷാ അബ്ദാലി എന്ന് പറയുമ്പോഴത്തേക്കും അഫ്ഗാൻ റൂളറാണ്. ഈ അഹമ്മദ് ഷാ അബ്ദാലിയും മറാത്താസിൽ കറക്റ്റായിട്ട് പറഞ്ഞ ആ ടൈം ഏകദേശം ബാലാജി ബാജിറാവുവിന്റെ ടൈമാണ്. പേശ്വ ബാലാജി ബാജിറാവുവിന്റെ ടൈമിലാണ് ഈ പറയുന്ന യുദ്ധം നടക്കുന്നത്. തേർഡ് ബാറ്റിൽ ഓഫ് പാനിപ്പത്ത് 1761. ഇതിന്റെയൊക്കെ ഇയർ കറക്റ്റായിട്ട് പഠിക്കണം. സപ്പോസ് നിങ്ങൾക്ക് ഈ ഇയർ പഠിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നമുക്ക് ഉള്ളൊരു വഴി എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളിപ്പോൾ ഫോണിന്റെ പാറ്റേൺ ഓക്കെ ഒരു ഇയർ നിങ്ങൾക്ക് മറന്നു പോകുന്നു. അപ്പൊ നിങ്ങൾ ഫോണിന്റെ പാറ്റേൺ ഫോണിന്റെ നമ്മുടെ പാസ്വേഡ് ഈ പറയുന്ന ഇയർ ആയിട്ട് വെക്കുക. അതൊരു 3-4 പ്രാവശ്യം നിങ്ങൾ ടൈപ്പ് ചെയ്ത് വരുമ്പോൾ നമുക്ക് ഇത് ഓട്ടോമാറ്റിക്കായിട്ട് കണക്ട് ആവും. അങ്ങനെ പാടുള്ള ഇയറുകളൊക്കെ ഫോണിന്റെ പാസ്വേഡ് ആയിട്ട് വെച്ച് നോക്കുക. അത് ടൈപ്പ് ചെയ്യുമ്പോഴത്തേക്കും ഓട്ടോമാറ്റിക്കായിട്ട് ആ ഇയർ മനസ്സിൽ കിടക്കും. പിന്നെ ഓർത്ത് വെച്ചേക്കണം ഇന്നതാണെന്ന്. പിന്നെ അടുത്ത വീണ്ടും പാസ്വേഡ് മാറ്റുക, വീണ്ടും അങ്ങനെ ചെയ്ത് നോക്കുക. ഡിഫറൻസ് നിങ്ങൾക്ക് ഫീൽ ചെയ്യും. ഇതൊക്കെ ഫൈറ്റ് തെളിഞ്ഞിട്ടുള്ള സംഭവമാണ്. ചാൻസ് ഉണ്ട്, എല്ലാവർക്കും കിട്ടുമെന്നറിയില്ല, എന്നാലും മാക്സിമം ഓർമ്മ വരും കേട്ടോ. അടുത്ത SSC CPO SIയില് ക്വസ്റ്റ്യൻ ആണ് 2019. റെപ്രസെന്റേറ്റീവ് ഓഫ് മറാത്ത എംപയർ ആൻഡ് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സൈൻഡ് ട്രീറ്റി ഓഫ് സാൽബാൻ ഇൻ വിച്ച് ഇയർ? ഓക്കെ, ട്രീറ്റി ഓഫ് സാൽബായ് എന്ന് പറയുമ്പോഴത്തേക്കും 1775 ആംഗ്ലോ മറാത്ത വാർ ആദ്യത്തെ നടക്കും. 1782 അത് അവസാനിക്കുന്നത്. ഇത് അവസാനിക്കുന്നത് ഒരു ട്രീറ്റി സൈൻ ചെയ്തിട്ടാണ്. ഓക്കെ, അതാണ് ട്രീറ്റി ഓഫ് സാൽബായ്. അത് 1782 വരുന്നത്. ഫസ്റ്റ് ആംഗ്ലോ മറാത്ത വാറുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് പേഴ്സ് അസോസിയേറ്റഡ് വിത്ത് ദ ടാക്സേഷൻ ഓഫ് മറാത്ത? SSC CGL 2019. ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യൻ ഞാൻ പലയിടത്തായിട്ട് കണ്ടിട്ടുണ്ട്. അതായത് നേരെ തിരിച്ചും ചോദിക്കും. ചൗത്തും സർദേശ് മുഖിയും ആര് ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ്? ഇതെല്ലാം തന്നെ ടാക്സ് സിസ്റ്റമാണ്. മറാത്തസിന്റെ ടൈമിലുള്ള ടാക്സ് സിസ്റ്റത്തിനെയാണ് നമ്മൾ ചൗത്ത് എന്നും സർദേശ് മുഖി എന്നും പറയുന്നത്. ഈ ചൗത്ത് എന്ന് പറയുമ്പോഴത്തേക്ക് 1/4 ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ 1/4. മറ്റത് 10% അല്ലെങ്കിൽ 1/10 ആയിരുന്നു പിരിച്ചുകൊണ്ടിരുന്നത്. ടോട്ടൽ ഇൻകത്തിന്റെ ആ ഒരു രീതിക്കായിരുന്നു വന്നുകൊണ്ടിരുന്നത്. ബാജിറാവു ബല്ലാൽ വാസ് എ സൺ ഓഫ് SSC MTS 2023 ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ മറാത്ത എംപയർ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ആദ്യത്തെ പേശു എന്ന് പറയുന്നത് ബാലാജി വിശ്വനാഥാണ്. ഈ ബാലാജി വിശ്വനാഥിന്റെ എൽഡസ്റ്റ് സണ്ണാണ് ബാജിറാവു ആണ് സെക്കൻഡ് ആരായിട്ട് വരുന്ന പേശു ആയിട്ട് വരുന്നത്. ഈ പറയുന്ന ബാജിറാവു 1ന്റെ ടൈമിലാണ് നമ്മുടെ ഈ പറയുന്ന മറാത്ത കോൺഫിഡൻസി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോരോ സെപ്പറേറ്റ് കിങ്ഡങ്ങളായിട്ട് ഇങ്ങനെ ഡിവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അതും ഓർത്ത് വെച്ചേക്കണേ. Which of the following Anglo-Maratha War resulted in the Peshwa's territory with the Bombay Presidency? SSC CHSL 2023.
ഓക്കെ, ഏറ്റവും അവസാനത്തെ ആംഗ്ലോ മറാത്ത വാറാണ് ഇത് വരുന്നത്. ഏറ്റവും അവസാനത്തെ ആംഗ്ലോ മറാത്ത വാർ എന്ന് പറയുമ്പോഴത്തേക്ക് ഏതാ വരുന്നത്? തേർഡ് മറാത്ത വാർ, തേർഡ് ആംഗ്ലോ മറാത്ത വാറാണ് ഇത് വരുന്നത്. ബോംബെ കോൺഫറൻസി ആയിട്ട് ഈ മറാത്തയും വാർ ഒന്നും ആലോചിക്കേണ്ട. ഈ നമ്മുടെ ടെറിട്ടറീസ് മെർജ് ചെയ്യണമെങ്കിൽ എന്ത് പറ്റണം? പേശ്വാസും മറാത്ത കോൺഫെഡറസി ഒക്കെ തോൽവി സമ്മതിക്കണം അല്ലെ? അങ്ങനെ തോൽവി സമ്മതിച്ചിട്ട് ബോംബെ പ്രസിഡൻസിയുടെ കൂടെ ഇതിനെ ആഡപ്പ് ചെയ്യുന്ന രീതിയിലാണ് തേർഡ് ആംഗ്ലോ മറാത്ത വാറിലാണ്. ഹു പോയിഞ്ഞത് ഗോറില്ല വാർഫെയർ മെത്തേഡ്. ഗോറില്ല വാർഫെയർ മെത്തേഡ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒളിഞ്ഞിരുന്ന് ആക്രമിക്കും. ഒളിഞ്ഞിരുന്ന് ആക്രമിക്കുന്ന രീതിയാണ് ഇത് കൊണ്ടുവരുന്നത്. സത്യം പറഞ്ഞ ശിവജിയാണ്. സത്യം പറഞ്ഞ ശിവജി ഒരു ജാഗിറായിട്ടാണ് തുടക്കുന്നത്. തുടങ്ങിയിട്ട് ഒരുപാട് ഈ പറയുന്ന ശിവജിയുടെ അണ്ടറിലുള്ള അല്ലെങ്കിൽ ശിവജിയുടെ കിട്ടിയ ആ ഒരു പ്രൊവിൻസസിന്റെ ജോഗ്രഫിക്കൽ കണ്ടീഷനും ഈ ഗൊറില്ല വാർഫെയർ രീതിയൊക്കെ വഴി ഒരുപാട് സ്ഥലങ്ങൾ ഇദ്ദേഹം കീഴടക്കാൻ തുടങ്ങി. അങ്ങനെയാണ് സത്യം പറയുമ്പോഴത്തേക്കും ഔറംഗസീബിനും കൂടെയുള്ള ഇപ്പോ ആംബറുള്ള രാജാവിനൊക്കെ ഈ പേടി ഉദിച്ചിറങ്ങിയത്. ഇങ്ങനെ ടെറിട്ടറി കൈയടക്കി വന്നപ്പോഴാണ് പേടി ഉദിച്ചത്. അങ്ങനെയാണ് ഈ പറയുന്ന അറ്റാക്കുകളൊക്കെ പിന്നീട് വരുന്നത്. ഇൻ വിച്ച് ഇയർ ശിവാജി വാസ് ക്രൗണ്ട്? SSC CHS 2017. ഓക്കെ, അപ്പോ ഈ ഒരു ക്വസ്റ്റ്യൻ പല രീതിക്ക് ചോദിക്കാം. ശിവജി എന്നാണ് ഈ പറയുന്ന എന്താ പറയുന്ന ഭരണത്തിൽ വന്ന, അല്ലെങ്കിൽ നമുക്ക് ഇതിനെ ഒരു സിംഗിൾ വേർഡായിട്ട് വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? കൊറോണേഷൻ എന്ന് പറയാം അല്ലെ? കൊറോണേഷൻ, രാജപദവിയിലോട്ട് വരുന്ന അല്ലെങ്കിൽ കിരീടം വെക്കുന്ന പരിപാടി. അപ്പോൾ എന്നാണ് വരുന്നത്? 1674. 1674 വരുന്നത്. റായ്ഗഡ് ഫോർട്ടിൽ വെച്ചിട്ടാണ് ഈ കൊറോണേഷൻ നടന്നത്. ഹു വാസ് ദ ഹു വാസ് നോൺ എസ് സെക്കൻഡ് ഫൗണ്ടർ ഓഫ് മറാത്ത എംപയർ? SSC CGL 2016. സെക്കൻഡ് ഫൗണ്ടർ ഓഫ് മറാത്ത എംപയർ എന്ന് അറിയപ്പെടുന്നത് ഫസ്റ്റ് നമ്മുടെ പേശ്വയാണ്. ഫസ്റ്റ് പേശ്വയാണ്. ഓക്കെ, ആരായിരുന്നു വരുന്ന? ബാലാജി വിശ്വനാഥ്. ബാലാജി വിശ്വനാഥ് ആണ് സെക്കൻഡ് ഫൗണ്ടർ ഓഫ് മറാത്ത എംപയർ എന്ന് വരുന്നത്. ഫസ്റ്റത്തെ ആരാണ്? നമ്മുടെ നമ്മുടെ ശിവജി തന്നെയാണ്. അപ്പൊ ഇതാണ് ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ് വരുന്നത്. ഓക്കെ, നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുവാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി ചെയ്തുകൊണ്ട് കൊടുക്കുക. ഓക്കെ.